ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവരും അങ്ങനെ തന്നെ ആ ഒരു ബോസ് ശരത്തിനോട് സംസാരിക്കാൻ വർഷയെ ഒരിക്കലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് അനുവദിക്കരുത്. അങ്ങനെ ആ ഡോക്ടർ വന്ന് പരിശോധിച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്തതൊക്കെ വെളിച്ചത്ത് വരും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ശരത്ത് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം അന്ന് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ബോസ് വിളിക്കുകയും തൻ്റെ ആൾക്കാരെ ഒരു പെൺകുട്ടി എന്തായാലും കെണിയിൽപ്പെടുത്തിയിട്ടുണ്ട്, ആ പെൺകുട്ടിയാണ് വർഷയെന്നും അവളിപ്പോൾ കോമ സ്റ്റേജിലാണെങ്കിൽ അവളെ ഒരിക്കലും ആ സ്റ്റേജിൽ നിന്ന് ഉണർത്താൻ പറ്റാതിരിക്കണം, അതിന് വേണ്ടിയിട്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി തൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലാക്കുകയും അവിടെ വെച്ച് തന്നെ അവൾക്ക് ആ ചികിത്സ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നൊക്കെ വീഡിയോ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് റോബിനെയാണ് നിങ്ങൾ കൂട്ടുപിടിക്കേണ്ടത്, അവൻ എത്ര പൈസ വേണമെങ്കിലും കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ ആരതിയും ശരത്തും കൂടി റോബിനെ പോയി കണ്ടിട്ട് വിവരങ്ങളൊക്കെ വ്യക്തമായി പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും എനിക്ക് ക്യാഷ് കൃത്യമായി കിട്ടണം, എന്നാൽ ഞാൻ എന്തായാലും വ്യക്തമായിട്ട് കാര്യങ്ങൾ നടത്താം, പക്ഷേ ഒരു കാര്യത്തിലും എൻ്റെ പേരുണ്ടാവാൻ പാടില്ല എന്നും ആ ഡോക്ടർ പറയുന്നു കേട്ടോ. അതിനുശേഷം ഇതെല്ലാം തന്നെ ശരത്ത് ആലോചിച്ചെടുക്കുകയാണ്. പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് റോബിനെയും അതുപോലെ തന്നെ നമ്മുടെ ശരത്തിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. എന്തായാലും ആ പെൺകുട്ടികളെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് കുറച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിവേകിനെയാണ് സൂക്ഷിക്കേണ്ടത്. ആ പെൺകുട്ടികൾക്കുള്ള ഒരു ധൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകാണ്. ആ വിവേകം ഉള്ളത് കൊണ്ടാണ് അവരിത്ര ധൈര്യശാലികളായിട്ട് നടക്കുന്നത്. അവൻ്റെ കഥ കഴിക്കണമെന്നാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനേ ശ്രമിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം, അതായത് നമ്മൾ ഇതിൻ്റെ മയക്കുമരുന്നിൻ്റെ ആളുകളാണെന്നുള്ളത് അവർ തിരിച്ചറിയുമെന്നൊക്കെ ഇവർക്കൊരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിവേകി അവനെ ഇല്ലാണ്ടാക്കണം എന്ന് പറയുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും പിറ്റേ ദിവസം ശരത്ത് കുറച്ച് ഗുണ്ടകളെ പോയി കാണുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇതാണ് കക്ഷി, ഇവനെ അങ്ങ് തീർത്തേക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിവേക് ഒരിക്കലും അവനെ ഫോളോ ചെയ്യുന്നതോ അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളിൽ മറ്റൊരാളുണ്ട്, പുറകിൽ ഒരാളുണ്ടെന്നൊന്നും തിരിച്ചറിയാൻ പാടില്ല. സന്ദർഭവും സമയവും ഒത്തിണങ്ങി വരുമ്പോൾ മാത്രം ഈ ഒരു കാര്യം ചെയ്താൽ മതി. ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് വേണം ചെയ്യാനായിട്ട്. അവനൊരിക്കലും ജീവനോടെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. ആ ഗുണ്ടകളാണെങ്കിലോ അതിനൊക്കെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും സാർ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യം നടക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഇവരുടെ പ്ലാന് വിവേകിനെ ഇല്ലാണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ. അതിനുശേഷം തന്നെ ഡോക്ടർ യാമിനിയെ പോയി കാണുന്നുണ്ട് വിവേക്. അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അതിനുശേഷം തന്നെ ഡോക്ടർ എന്തായി ശ്രീനാഥ് വന്നിട്ട് എന്തായി വിവേക് കാര്യം, വർഷയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ എന്ന് പറയുന്നു. അതിന് വിഷമിക്കേണ്ട കാര്യം എന്താണ്, കാരണം വർഷയ്ക്ക് പതുക്കെ ചേഞ്ച് ഉണ്ടാവുള്ളൂ. പിന്നെ ആ ശ്രീനാഥിനോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ പറയൂ. അങ്ങനെയാകുമ്പോൾ അവളുടെ കാര്യത്തിലൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവുന്നേ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തായാലും എനിക്ക് ഡോക്ടർ റോബിൻ്റെ ചികിത്സ എനിക്കിഷ്ടപ്പെടുന്നില്ല, അത് മാറ്റണം, എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി അങ്ങോട്ട് തുടരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഡോക്ടർ വന്നിട്ട് എൻ്റെ വർഷയുടെ ചികിത്സ ഏറ്റെടുക്കണം എന്ന് പറയുന്നു. അത് പിന്നെ എനിക്ക് പെട്ടെന്ന് അത് ഏറ്റെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഞാൻ അത് ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്, വർഷയെ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു. റിപ്പോർട്ടുകളൊക്കെ നോക്കിയതല്ലേ ഡോക്ടർ, റിപ്പോർട്ടുകൾ ഞാൻ നോക്കിയതാണ്, അതനുസരിച്ച് ചികിത്സ തുടങ്ങാൻ പറ്റില്ല വിവേക്. എനിക്ക് വർഷയെ കണ്ട് അവൾ എങ്ങനെ സിറ്റുവേഷൻ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ അത് തുടർന്നോളാം എന്ന് പറയും. വേണോ വേണ്ടയോ, റോബിൻ്റെ മരുന്ന് വേണ്ടാന്ന് വെക്കണ്ടയോ, എങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്നാൽ പിന്നെ ഡോക്ടർ എൻ്റെ കൂടെ ഇന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ വിവേക്, ഇന്ന് ഞാൻ വന്നതേ അല്ലേ ഉള്ളൂ, ഹോസ്പിറ്റലിൽ ഒരുപാട് തിരക്കുകളുണ്ട്, ഞാൻ എന്തായാലും നാളെ തീർച്ചയായും വർഷയെ കാണാൻ എത്തിയിരിക്കും, ഇത് ഉറപ്പാണെന്ന് പറയുന്നു. ഉറപ്പാണ് ഡോക്ടർ, അതെ, വിവേക് സമാധാനത്തോട് പൊക്കോളാൻ പറയുന്നു. പിന്നീടാണെങ്കിലോ വിവേക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ ഗുണ്ടകൾ വിളിക്കുന്നുണ്ട് കേട്ടോ ശരത്തിനെ. അവൻ ഈ ഡോക്ടറെ കണ്ട് തിരിച്ചു പോവുകയാണെന്ന് പറയുന്നു. എന്നാൽ വേണ്ട പോലെ ചെയ്തോളാനായിട്ട് ശരത്ത് ഓർഡർ കൊടുക്കുന്നു കേട്ടോ. ആ സമയത്ത് ഇവർക്ക് സന്തോഷമാവുന്നുണ്ട്, ഇന്ന് തന്നെ വിവേകിൻ്റെ മരണ വാർത്ത കിട്ടുമെന്ന്. അങ്ങനെ വിവേക് വണ്ടി പോണ സമയത്ത് അവർ വണ്ടി തടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വിവേകിനെ അവൻ്റെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ഇവരുടെ വണ്ടിയിലേക്ക് ആക്കി കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് വിവേക് കൊതറി മാറുമ്പോൾ ഇത്രയും പേരുണ്ടല്ലോ വിവേക് പിടിച്ചിരിക്കുന്നു, വിവേകിനെ അങ്ങനെ മാറ്റാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ശ്രീനാഥ് അതിൽ വരുന്നുണ്ട് കേട്ടോ. ശ്രീനാഥ് ഇത് കാണുന്നതോടുകൂടി തന്നെ ദേഷ്യം വരുന്നു. വിവേകിനെ രക്ഷിക്കാനായിട്ട് ശ്രീനാഥ് ശ്രമിക്കുന്നു കേട്ടോ. ആ ഗുണ്ടകളെയൊക്കെ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. രണ്ടുപേരും കൂടി എല്ലാ ഗുണ്ടകളെയും അടിച്ചു വീഴ്ത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. വിവേകിൻ്റെ ശക്തി എന്ന രീതിയിൽ തന്നെ ശ്രീനാഥ് അവിടെ വന്നതോടുകൂടി തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ് ചെയ്യുന്നത്.
ആ സമയത്ത് എല്ലാവരും കൂടി അടിക്കുന്നത് കാണുമ്പോൾ ഗുണ്ടകൾ പേടിച്ചിട്ട് വണ്ടിയിൽ കയറിയിട്ട് ഇപ്പോൾ നല്ല സമയമല്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ വണ്ടിയിൽ കയറിയിട്ട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ ശ്രീനാഥ് പോവാനായിട്ട് നിൽക്കുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ സമയത്ത് ശ്രീനാഥ് എന്ന് വിവേക് വിളിക്കുന്നത്. വിവേകിന് ശരീരമൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. ആരാ നിങ്ങളെ ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വല്ല ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ശത്രുക്കളൊന്നും ഇതുവരെ ഇല്ല, പക്ഷേ എനിക്ക് കുറച്ച് പേരെ നല്ല സംശയമുണ്ട്. പക്ഷേ അതാരാണെന്ന് ചോദിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ആരെയാണെന്നുള്ളത് വിവേകിന് ഏകദേശമൊക്കെ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശ്രീനാഥ് പോന്നു. ആ സമയത്ത് ശ്രീനാഥ് അവിടെ നിന്ന് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരണം, വർഷയെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. എന്തിനാ വർഷയെ ഞാൻ കാണുന്നത്, ഞാൻ വന്നതാണല്ലോ. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ശ്രീനാഥ് വന്നാലേ കാര്യമുള്ളൂ. കാരണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവളോട് സംസാരിക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടായാലോ. വർഷയോടും എന്നോടും നിങ്ങൾ ചെയ്തതെല്ലാം ഞങ്ങൾ മറന്നു. പക്ഷേ എനിക്കെൻ്റെ വർഷയെ തിരിച്ചു വേണം. അതിന് വേണ്ടിയിട്ട് ശ്രീനാഥിൻ്റെ സഹായം ആവശ്യമാണെന്ന് പറയുന്നു. നിനക്ക് ഈ എല്ലാ ആവശ്യത്തിനും എൻ്റെ സഹായം തന്നെ വേണമല്ലേ, എന്ത് നാണമില്ലാത്ത കാര്യമാണ് നിങ്ങൾ പറയുന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക കേട്ടോ ചെയ്യുന്നത്. ശ്രീനാഥ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, വർഷ നിങ്ങൾ എത്ര മാത്രമായിട്ടാണ് നോക്കിയതും എത്ര മാത്രമായിട്ടാണ് സ്നേഹിച്ചതെന്ന് പറയുന്നു. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം തന്നെ ശ്രീനാഥ് പോവുക കേട്ടോ. ആ സമയത്ത് ശ്രീനാഥ് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ദേഷ്യത്തിൻ്റെ സ്വരത്തിൽ തന്നെ വിവേക് ശ്രീനാഥിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശ്രീനാഥ് അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് മനുഷ്യനാണോടോ, കാരണം ആ പാവം പെണ്ണ് അവിടെ കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ ഒരു സ്പർശനമോ സംസാരമോ അവൾക്ക് ചിലപ്പോൾ പുതുജീവൻ നൽകിയേക്കാം. അങ്ങനെയല്ലേ അവൾ നിങ്ങളുടെ കാര്യത്തിലും അവൾക്ക് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. കാരണം അന്ന് നിങ്ങൾ അവിടെ ചികിത്സയിലായ സമയത്ത് നിങ്ങളെ വേണമെങ്കിൽ അവൾക്ക് അവിടെ ഉപേക്ഷിച്ച് പോരാമായിരുന്നു. പക്ഷേ എൻ്റെ വർഷ അത് ചെയ്തോ, നിങ്ങളെ കൂടെ കൊണ്ടുവരണമെന്ന് എത്രമാത്രമാണ് ആഗ്രഹിച്ചത് അവൾ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും ആ പാവത്തിൻ്റെ മനസ്സിൽ ഒരിക്കലും നിങ്ങൾ അവൾ കാരണം കഷ്ടപ്പെടരുത് എന്ന വാക്ക് മാത്രമേ അവൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളൂ. അവൾക്ക് നിങ്ങളെ രക്ഷിക്കണമെന്ന് ഉത്തരവാദിത്തമുണ്ട്. പഴയ രീതിയിൽ തന്നെ ശ്രീയേട്ടനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ഒരേ ഒരു വ്യക്തിയാണ് വർഷ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് കഷ്ടപ്പെടരുത്, താൻ ചികിത്സിച്ച് ഭേദമാക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ആ റിസ്ക് എടുത്തിട്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ചികിത്സകളെല്ലാം തന്നെ അവളല്ലേ നൽകിയത്. എന്നിട്ട് നിങ്ങൾ ആ പഴയ ശ്രീനാഥായി തുടങ്ങുകയായിരുന്നു, മദ്യപാനവും നിർത്തിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ തൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാനില്ലായിരുന്നു. എന്നാലും അവൾ ആ പാവം നിങ്ങൾ എത്രമാത്രമാണ് നോക്കിയത്. നിങ്ങൾ പഴയ ശ്രീനാഥനായിട്ട് വരണമെന്ന് തന്നെയായിരുന്നു അവളുടെ ആഗ്രഹം. എന്നിട്ട് നിങ്ങൾ എന്ത് മനുഷ്യനാടോ, അവൾ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവളൊന്ന് രക്ഷിക്കാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ. അങ്ങനെ അവൾ ഉപേക്ഷിച്ചതുപോലെ പോയിട്ടില്ലല്ലോ നിങ്ങളെ എന്ന രീതിയിലൊക്കെ വിവേക് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ശ്രീനാഥിൻ്റെ മനസ്സിലൊരു വിഷമം പോലെ ആവണ ശ്രീ എന്തായാലും വർഷയുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.